നസ്രസ്സിൽ കന്യാംബികയുടെ ഭവനത്തിൽ മംഗളമരുളാനാഗതനായി ഒരു നന്മകളാൽ പൂരിതയാ മേരി വന്ദനമഖിലേശൻ നിയതം നിന്നിൽ വാഴുന്നു, നിയതം നിന്നിൽ വാഴുന്നു. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീ, നിൻ തിരുസുതനാമീശോയും വാഴ്ത്തപ്പെട്ടവനാകുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുജകുലത്തിൻ മാതൃക നീ, മാനവനിരയുടെ അഭിമാനം, പാരിനു ശാശ്വതമാശ്രയവും, പാരിനു ശാശ്വതമാശ്രയവും. നിത്യപിതാവിൻ പ്രിയപുത്രി ദൈവകുമാരനു മാതാവേ, ദിവ്യാത്മാവിൻ മന്ദിരമേ, ദിവ്യാത്മാവിൻ മന്ദിരമേ. സർവരുമെന്നും മോദമോടെ നിന്നെ വണങ്ങി നമിക്കുന്നു, സ്വർലോകത്തിൻ നിലയനമേ, സ്വർലോകത്തിൻ നിലയനമേ. നിത്യപിതാവിൻ്റെ പ്രിയപുത്രി, ദൈവകുമാരൻ്റെ മാതാവേ, ദിവ്യാത്മാവിൻ മന്ദിരമേ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യ സ്നേഹാലയം പരിശുദ്ധ മറിയം. സ്നേഹമുള്ളവരെ, കാർബൽ ഗീതങ്ങൾ ഒരുക്കി പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച് പാടുവാൻ നമുക്കിതാ വേദി ഒരുങ്ങുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ചേർക്കാം. പരിശുദ്ധ ത്രിത്വം ആനന്ദിക്കുന്ന നന്മ നിറഞ്ഞ സാന്നിധ്യം പരിശുദ്ധ മറിയം, നന്മ നിറഞ്ഞവൾ. തിരുവചനം ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങി. അതെ, തിരുവചനം മാംസം ധരിച്ചു പരിശുദ്ധ മറിയത്തോട് ചേർന്ന്. നിത്യജീവിതത്തിൽ നമുക്ക് പുതുജീവൻ പകരുന്ന തിരുവചനം ഈശോ അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാൻ, അതു സമൃദ്ധമായി ഉണ്ടാകുവാൻ. തിരുവചനം ഹൃദയങ്ങളെ മാറ്റിമറിക്കും. തിരുവചനം സൗഖ്യം പകരും. കർത്താവിൻ്റെ ജീവനുള്ള വചനം പുതുജീവൻ നൽകി നമ്മെ ഉണർത്തും. നിരാശ നീങ്ങിപ്പോകും, പ്രത്യാശ കൊണ്ട് നിറയും. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളഞ്ഞു കയറി ഇതാ ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ പുതുമാറ്റം വരുത്തുന്ന കർത്താവിൻ്റെ തിരുവചനം. അതേ പ്രിയമുള്ളവരെ, ആ തിരുവചനം മാംസം ധരിച്ചത് പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിലാണ് എന്ന് പറഞ്ഞാൽ, തിരുവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധ മറിയത്തെ കൂടാതെ വചനപ്രഘോഷണം സാധ്യമേ അല്ല. കാരണം പരിശുദ്ധ മറിയം വഴി വചനം പ്രഘോഷിക്കപ്പെടണം. വചനം വന്നത്, തിരുവചനം ആഗതമായത് പരിശുദ്ധ മറിയം വഴിയാണ്. നമുക്ക് വചനം ഹൃദയത്തിലും ജീവിതത്തിലും പകർത്താം. പരിശുദ്ധ മറിയത്തിൻ്റെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി
അമ്മേ, തിരുവചനത്തിൻ്റെ നാഥേ, എന്നെയും വചനസാക്ഷ്യമേകി അമ്മ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് ചേരാം. കുറവ് പറ്റാത്ത സ്നേഹമായ അമ്മ നമ്മളെ നയിക്കട്ടെ, നമ്മളെ ഭരിക്കട്ടെ, വഴി നടത്തട്ടെ. ഉറവ് വറ്റാത്ത സ്നേഹമായൻ കരളിൻ ഉള്ളറയിൽ നിറവായി മാറിയ മാതാവേ, നിൻ മഹിമകൾ ഞാൻ പാടാം. ഉറവ വറ്റാത്ത സ്നേഹമായി നിറവായി മാറിയ മാതാവേ, നിൻ മഹിമകൾ ഞാൻ പാടാം. ഹൃദയം നിർമ്മലമാക്കാനമ്മേ വരണേ, നീ എന്നരികിൽ. ഹൃദയം നിർമ്മലമാക്കാനമ്മേ വരണേ, നീ എന്നരികിൽ. നിന്റെ വിശുദ്ധി തൻ പനിനീരെന്നിൽ ചൊരിയുക നീ അമ്മേ, ചൊരിയുക നീ അമ്മേ. ഉറവ വറ്റാത്ത സ്നേഹമായി എൻ കരളിൻ ഉള്ളറയിൽ നിറവായി മാറിയ മാതാവേ, നിൻ മഹിമകൾ ഞാൻ പാടാം.
തിരുവചനത്തെ നിന്നുദരത്തിൽ പ്രിയനാക്കി നീ സ്തുതി പാടി. തിരുവചനത്തെ നിന്നുദരത്തിൽ പ്രിയനാക്കി നീ സ്തുതി പാടി. തിരുസുതനായി സ്തുതിഗീതം പാടാൻ നവഗാനം പകരൂ എന്നിൽ, സുരഗീതം പകരൂ. ഉറവ വറ്റാത്ത സ്നേഹമായി എൻ കരളിൻ ഉള്ളറയിൽ നിറവായി മാറിയ മാതാവേ, നിൻ മഹിമകൾ ഞാൻ പാടാം. ഉറവ വറ്റാത്ത സ്നേഹമായി എൻ കരളിൻ ഉള്ളറയിൽ നിറവായി മാറിയ മാതാവേ, നിൻ മഹിമകൾ ഞാൻ പാടാം. മഹിമകൾ ഞാൻ പാടാം. മഹിമകൾ ഞാൻ പാടാം. ജിൻഡോ, ഉറവ് പറ്റാത്ത സ്നേഹമായി എൻ്റെ കരളിൻ്റെ ഉള്ളറയിൽ പരിശുദ്ധ അമ്മ നിറയുക, ദൈവസ്നേഹം നിറയ്ക്കുക എന്നുള്ള ആഹ്വാനം ശ്രവിച്ചു. ഒരു സൗണ്ട് എഞ്ചിനീയർ എന്നതിനോടൊപ്പം തന്നെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതാ ഒരു സംഗീത സംവിധായകൻ കൂടി ജിൻഡോയിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുകയാണ്. ഈ അടുത്ത നാൾ ഞാൻ അറിഞ്ഞു, മഷിത്തണ്ടുകൾ എന്നൊരു ഫിലിമിന് വേണ്ടി അത് ഒരു പറ്റം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആ ഫിലിമിന് വേണ്ടി ജിൻഡോ ഈണം പകർന്ന ഗാനത്തിന് ഒരു അവാർഡ് ലഭ്യമാവുക കൂടി ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഈ മാധ്യമ മുന്നേറ്റത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ മാധ്യമ മുന്നേറ്റത്തിൽ നന്മയുടെ സന്ദേശം എത്തിക്കുവാൻ ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ, ഒരു ഗായകൻ എന്ന നിലയിൽ ജിൻഡോയ്ക്ക് പ്രതിബദ്ധതയുണ്ടല്ലോ, തീർച്ചയായും ഉണ്ട് സമൂഹത്തോട്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പറഞ്ഞ മഷിത്തണ്ട് എന്നുള്ള സിനിമ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ CMI വൈദികർ നേതൃത്വം കൊടുക്കുന്ന വഴിത്തല ശാന്തിഗിരി കോളേജിൽ നിന്ന് അവരുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ഒരു ഫീച്ചർ ഫിലിമായിരുന്നു. കുട്ടികൾ വീട്ടിൽ നിന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങൾ, അതായത് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വരിക, അവർക്ക് പുറമേ കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്കുണ്ടാകുന്ന ചില മാനസിക പീഡകളും വ്യഥകളും അതിനെ വിശകലനം ചെയ്യുകയും അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു ശരിക്ക്. അപ്പോൾ അതിനകത്തൂടെ ഒരു സംഗീതം ചെയ്ത് ആ രംഗത്തേക്ക് കാൽവെക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും ദൈവാനുഗ്രഹമായി കരുതുന്നു. അതിന് മാതാവിനെയാണ് ഞാൻ ഏറ്റവും കൂട്ടുപിടിച്ചതും. ഒരു കാര്യം പ്രത്യേകം പറയാം, പലപ്പോഴും ജോലിയൊക്കെ ആയിട്ട് നമുക്ക് കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് ചെല്ലാനൊക്കെ പറ്റിയില്ലെങ്കിലും നമ്മളൊരു പേഴ്സണൽ പ്രയറിന് കിടക്കാൻ നേരത്ത് നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ, അതുപോലെയുള്ള എത്രയും ദയുള്ള മാതാവേ, ഇത് ചൊല്ലാതെ നിവൃത്തിയുണ്ടെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോയെങ്കിലല്ലാതെ ഒരിക്കലും കിടക്കാറില്ല. മാധ്യമ വേദിയിൽ നമുക്കറിയാം വളരെ സങ്കീർണമാണ് കാലഘട്ടം. ഒരുപാട് പുകയുന്ന അനുഭവമാണ്. പലപ്പോഴായി പലരും പ്രതിപാദിച്ചുള്ള വിഷയമാണ് യുവജനങ്ങളൊക്കെ വഴിവിട്ടുള്ളൊരു പ്രയാണം. എല്ലാവരുമല്ല, നന്നായി നീങ്ങുന്നവരില്ല എന്നല്ല, എന്നാൽ നല്ല ശതമാനവും ഒരു വഴിവിട്ട പ്രയാണത്തിൻ്റെ ഭയാനകത ചുറ്റുപാടും അലയടിക്കുന്നുണ്ട്. ഇത്തരുണത്തിൽ നമുക്ക് സമൂഹത്തോട് അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഇടയിൽ ചുറ്റുപാടുകളിലേക്ക്
മാധ്യമങ്ങൾ വഴി എന്തൊക്കെ ചെയ്യാൻ സാധ്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഇറങ്ങിയ പല ചിത്രങ്ങളും നമ്മുടെ മരണശേഷം നമ്മൾ എന്തായിത്തീരും, അല്ലെങ്കിൽ അതിനുശേഷം ഒരാൾ അകാലത്തിൽ മരിച്ചുപോയാൽ ബാക്കിയുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ മരിച്ചുപോയ ആളെ കാട്ടിക്കൊടുക്കുന്നതായിട്ടും, അങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് ജീവിക്കാമായിരുന്നു, കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമായിരുന്നു, അത്തരത്തിലുള്ള നല്ല നല്ല മെസ്സേജ് കൊടുക്കുന്ന പല ഫിലിം ഈ അടുത്തിടയ്ക്ക് കണ്ടു. നല്ല ഒരു 1-2 വർഷം മുമ്പ് നമ്മൾ കാണുന്ന ഒരു വിധപ്പെട്ട കഥകളെല്ലാം നോക്കിയാൽ വയലൻസും അതുപോലെ എല്ലാം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെയുള്ള സിനിമയിലേക്ക് വന്നപ്പോൾ അതും സാമ്പത്തികമായിട്ടും വിജയിക്കുന്നുണ്ട്, ആളുകളിലേക്ക് നല്ലൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട്. ആ കൂടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ മഷിത്തണ്ട് പോലെയുള്ള ചില ആ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അനീഷ് സാറും ഒക്കെ ചേർന്ന് അവിടുത്തെ ആ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇതുപോലെയുള്ള സിനിമയോ ടി വിയോ, ശാലോം ടി വിയൊക്കെ അതിനകത്ത് ഏറ്റവും മുൻപിൽ നിൽക്കുന്നതാണ്. ഗോഡ്സ് ഓൺ ചാനൽ, ശാലോം ടി വി, അതുപോലെയുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും ദൈവവചനം പ്രസംഗിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനുഷ്യരിലേക്ക് ഉദ്ബോധനം കൊടുക്കാനും തീർച്ചയായും സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളും ദൈവം നന്മയുടെ സന്ദേശം എത്തിക്കുവാൻ നൽകിയിട്ടുള്ള ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. എന്നാൽ അതിന്ന് നല്ല പങ്കും തിന്മയുടെ സന്ദേശവാഹകരായി മുന്നേറുമ്പോൾ നമുക്കൊരു വലിയ പ്രതിബദ്ധതയുണ്ട് സമൂഹത്തോട്. എല്ലാ മാധ്യമങ്ങൾ വഴിയും എല്ലാ കഴിവുകൾ ഉപയോഗിച്ചും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നന്മയുടെ സന്ദേശവാഹകരായി മാറുവാനുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. കഴിയുന്നത് പോലെ തമ്പുരാനു വേണ്ടി മുന്നേറുവാൻ. അതിന് മാതൃകയായി പരിശുദ്ധ അമ്മയുണ്ടായിരുന്നല്ലോ. അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഒരു ഗീതം കൂടി നമുക്ക് ആലപിക്കാം. സ്നേഹസമ്പൂർണേ കന്യകാമറിയമേ, ദൈവമാതാവേ, സ്വർഗരാജ്ഞി നീ. സ്നേഹസമ്പൂർണേ കന്യകാമറിയമേ, ദൈവമാതാവേ, സ്വർഗരാജ്ഞി നീ. ഭൂലോകനാഥേ, നിത്യയാം വിശുദ്ധ കന്യേ, നിന്റെ നാമം ഞാൻ വാഴ്ത്തി പാടിടാം. സ്നേഹസമ്പൂർണേ കന്യകാമറിയമേ, ദൈവമാതാവേ,
അമലമോഹന കന്യയാകുമംബികേ, നിന്റെ കരുണ തേടി ഞങ്ങളിന്നണി ചേർന്നിടുന്നു. അമലമോഹന കന്യയാകുമംബികേ, നിന്റെ കരുണ തേടി ഞങ്ങളിന്നണി ചേർന്നിടുന്നു. പാവനാത്മ കൃപ നിറഞ്ഞ മറിയമേ, നിന്റെ തിരുസുതന്റെ സ്നേഹവഴിയിൽ ചേർക്കണേ. പാവനാത്മ കൃപ നിറഞ്ഞ മറിയമേ, നിന്റെ തിരുസുതന്റെ സ്നേഹവഴിയിൽ ചേർക്കണേ. സ്നേഹസമ്പൂർണേ കന്യകാമറിയമേ, ദൈവമാതാവേ, സ്വർഗരാജ്ഞി നീ, ഭൂലോകനാഥേ, നിത്യയാം വിശുദ്ധ കന്നി, നിന്റെ നാമം ഞാൻ വാഴ്ത്തി പാടിടാം. തെളിനിലാവു പോലെ എൻ്റെ ഹൃത്തടം, നിന്റെ പരമസ്നേഹ വിശുദ്ധി കൊണ്ടു നിറയ്ക്കണേ. തെളിനിലാവു പോലെ എൻ്റെ ഹൃത്തടം, നിന്റെ പരമസ്നേഹ വിശുദ്ധി കൊണ്ടു നിറയ്ക്കണേ. ഒരു നിമിഷം പോലും എൻ്റെ മാനസം നിന്നെ തിരിയാതെ നിൽക്കാൻ തുണയേകണേ. ഒരു നിമിഷം പോലും എൻ്റെ മാനസം നിന്നെ തിരിയാതെ നിൽക്കാൻ തുണയേകണേ. സ്നേഹസമ്പൂർണേ കന്യകാമറിയമേ, ദൈവമാതാവേ, സ്വർഗരാജ്ഞി നീ, ഭൂലോകനാഥേ, നിത്യയാം വിശുദ്ധ കന്നി, നിന്റെ നാമം ഞാൻ വാഴ്ത്തി പാടിടാം. തെളിനിലാവ് പോലെ എൻ്റെ ഹൃത്തടം, നിന്റെ പരമസ്നേഹവിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ അമ്മേ. അതെ, പരിശുദ്ധ മറിയത്തിൻ്റെ വെണ്മയാർന്ന വിമല ഹൃദയം സർവ പുണ്യസുഹൃതങ്ങളുടെയും വിളനിലമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ
സുരക്ഷിതരായി ജീവിച്ചാൽ അവിടുത്തെ സുഹൃത പുണ്യങ്ങളെല്ലാം നമ്മിലേക്ക് അമ്മ ചേർത്ത് വയ്ക്കും. വിനയം, വിശുദ്ധി, എളിമ, അനുസരണം, പ്രാർത്ഥനാ ചൈതന്യം, സ്നേഹഭക്തി, ആദരവുകൾ എല്ലാം ഹൃദയപൂർവ്വം ദൈവോന്മുഖമായി ചെയ്യുവാൻ നമുക്ക് കഴിവ് നൽകുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ അമ്മ വാങ്ങിത്തരുന്ന സ്നേഹസുഹൃത്തുക്കളാണ്. നമുക്ക് അമ്മയോട് ചേരാം. അമ്മ വഴി ഈശോയ്ക്ക് പ്രാർത്ഥനകൾ നൽകാം. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ആശ്രയമേ, സകല സുഹൃത സമ്പന്നതയുടെയും വിളനിലമാണല്ലോ അമ്മയുടെ വിമല ഹൃദയം. തെളിനിലാവ് പോലെ ഞങ്ങളുടെ ഹൃത്തടം വെണ്മയുള്ളതായി മാറുവാൻ, വിശുദ്ധി നിറയുവാൻ പരിശുദ്ധിയുടെ വിളനിലമായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.